ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നിവിടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ളൊരു കറി വെക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. പച്ച മാങ്ങയും അതുപോലെ തന്നെ മോരൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു കറിയാണിത്. ഈ മാങ്ങകളൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണല്ലോ. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നല്ല അടിപൊളിയാണ്. ഇതിനായിട്ടേ ഞാനിവിടെ 2 പച്ച മാങ്ങയാണ് എടുക്കുന്നത്. പച്ച എന്ന് പറഞ്ഞാൽ കരിമ്പച്ചയല്ല, ഏകദേശം ഒന്ന് മൂപ്പെത്തിയ മാങ്ങയാണേ. ഇതാദ്യമേ ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കി അങ്ങോട്ട് എടുക്കാം. അധികം ചെറുതൊന്നും ആവണ്ട കേട്ടോ കൂട്ടുകാരെ. ഏകദേശം ഒരു മീഡിയം വലിപ്പത്തിൽ തന്നെ അത് അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതെടുക്കുമ്പോൾ തൊലി ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അവന് ഈ ചവർപ്പൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അതിന്റെ പുറമൊന്ന് ചിരണ്ടി കളഞ്ഞാലും മതിയാവും. മാങ്ങയൊക്കെ റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അങ്ങോട്ട് ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി അങ്ങോട്ട് ഇട്ടട്ടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നല്ലവണ്ണം അങ്ങോട്ടൊന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് വേണം. അത് നല്ല കട്ടിയുള്ള തൈരാണ് ഞാൻ എടുത്തേക്കണേ. അധികം പുളിപ്പൊന്നുമില്ലാത്ത തൈരാണ്. കാരണം മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ളത് കൊണ്ടേ തൈരിന് കുറച്ച് പുളി കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അത് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ആ ഒരു അരമുറി തേങ്ങ ചിരവി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ജീരകവും 2-3 പച്ചമുളകും അങ്ങോട്ട് ചേർത്ത് അത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ച് എടുക്കണേ. ഇപ്പൊ മാങ്ങയൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതിലേക്ക് അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അരപ്പ് അങ്ങോട്ട് ചേർത്ത് അതേ ഇതിൽ തന്നെ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഞാൻ ആ തൈരും കൂടി അടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കാണ്ട് ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി എടുക്കാനും പറ്റും. ഇപ്പൊ അരപ്പും അതുപോലെ തന്നെ തൈരൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇനി ഒന്ന് ചൂടായി അങ്ങോട്ട് വരണം. കറിയെ തിളച്ച് വരാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോയി ഇങ്ങനെ പിരിപിരിന്നായി പോകും. അപ്പൊ അങ്ങനെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറി കാണാനും അതുപോലെ കഴിക്കാനൊന്നും രസം ഉണ്ടാവില്ല. അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാകുമ്പോഴൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലത്. കാരണം ഏതെങ്കിലും ഒരു സൈഡിൽ കൂടി ചൂട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള തൈര് ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരണ പാകം വരുമ്പോഴേക്കും അതൊന്ന് ഓഫ് ചെയ്യാം. ഇതേപോലെ മോര് കറിയൊക്കെ വെക്കുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര അങ്ങോട്ട് ചേർത്തു. അതുപോലെ തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോ ഇതേ താളിച്ചങ്ങോട്ട് ചേർക്കാനുണ്ട്. അപ്പൊ ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചട്ടെ 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂണേ ഉലുവ പൊടിച്ചതും കൂടി അങ്ങോട്ട് ചേർത്തു. അപ്പൊ അതങ്ങോട്ട് പൊട്ടി റെഡി ആയിട്ട് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി അങ്ങോട്ട് ഇട്ട് മൂപ്പിച്ച കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാവേ. നല്ല പച്ച മാങ്ങ വെച്ചുള്ള കറി. ഇപ്പൊ കൂട്ടുകാരെ, ഈ മാമ്പഴക്കാലമാണല്ലോ. ഇതേപോലെ മാങ്ങ നല്ല പച്ച മാങ്ങയൊക്കെ കിട്ടുമ്പോഴേ ഒന്ന് കറി വെച്ചൊന്ന് നോക്കിക്കോട്ടെ, നല്ല അടിപൊളിയാണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലേ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.